മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ MLA ഇപ്പോൾ സംസാരിക്കുന്നു. അതിലേക്ക് അവരെ കൊണ്ട് അന്നദാനം നടത്തിക്കുക, മറ്റു ചില കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ സന്ദർഭങ്ങളിലൊക്കെയാണ് അവിടെയൊക്കെ വെച്ചാൽ കണ്ടിട്ടുള്ളത്. അയൽക്കാരൻ 2 വട്ടം കണ്ടു എന്ന് പറയുന്നതിൽ എന്താ അദ്ദേഹത്തിന് തെറ്റിയിട്ടുണ്ടാവും. ഞാൻ 1 വട്ടമേ പോയിട്ടുള്ളൂ. അത് രഹസ്യമായിട്ടല്ല പോയത്, പരസ്യമായിട്ടാണ് പോയത്. ഒറ്റ പ്രാവശ്യം. അത് അതിൻ്റെ കൂടെ പോലീസും ഉണ്ടായിരുന്നു. എനിക്ക് 3 ഗൺമാന്മാരുണ്ട്. അതിൽ 1 ഗൺമാനും ഉണ്ടായിരുന്നു. 1 or 2 പോലീസ് വാനും ഒക്കെ ഉണ്ടായിരുന്നു പോകാനായിട്ട്, വഴി കാണിച്ചു തരാനും മറ്റുമൊക്കെ ആയിട്ട്. 1 പ്രാവശ്യം പോയിട്ടുള്ള അദ്ദേഹം തെറ്റിദ്ധരി പോയത് വാസ്തവമാണ്. ഞാനത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ എൻ്റെ അന്വേഷക സംഘം എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അന്വേഷക സംഘത്തിന് കൊടുത്ത മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചടങ്ങിനാണ്. പക്ഷേ കൃത്യമായിട്ട് ഏത് ചടങ്ങ് 8-9-10 വർഷത്തിന് മുമ്പുള്ളൊരു കാര്യമാണ്. ഏത് ചടങ്ങാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഒരു കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാണ് ഞാൻ ഇപ്പോഴും ഒക്കെ കരുതുന്നത്. അങ്ങനെയാണ്. ഇല്ല, ഇത് ഇങ്ങനെ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു രീതിയുണ്ട്. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ടും ഒരു സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പൊറ്റിയെക്കുറിച്ച് ഇപ്പോഴല്ലേ നിങ്ങളടക്കം എല്ലാവരും മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ പുള്ളി പോയിരിക്കുകയല്ലേ. ഇങ്ങനെയുള്ള ഒരു കുഴപ്പം പിടിച്ച ആളാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമോ? അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലയിൽ പോറ്റി ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇല്ല 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 എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചോദ്യം. അദ്ദേഹത്തെ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന്റെ വിവാദം വന്നതിന് ശേഷം പോറ്റിയുമായി സാധാരണ ഒരു ഭക്തനുമായുള്ള ബന്ധം മാത്രമാണെന്ന് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ പറയാതിരുന്നത് ഇല്ല. അങ്ങനെയുള്ള ഒരു നല്ല ഭക്തനുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധം പലതരത്തിലുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്ന പല രൂപത്തിലല്ലേ ആരംഭിക്കുന്നത്. പിന്നെ അത് സാധാരണഗതിയിൽ പലപ്പോഴും തുടരും. നിങ്ങൾ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ബന്ധപ്പെടുന്നു. പത്രപ്രവർത്തകൻ ആയി മാറുമ്പോഴും എൻ്റെ ബന്ധം അങ്ങനെ തന്നെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഈ പ്രതിപക്ഷം ഇത് ആരോപണവും ഒപ്പം കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന ആക്ഷേപം ഉയർത്തുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു പരിസരവാസികൾ നിത്യ സന്ദർശകനായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു എന്താ പറയുക, ഒരു സത്യവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ നേതാവല്ല, സോറി, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറയുകയാണ്. അയൽവാസി തന്നെ പറയുന്നു 2 പ്രാവശ്യമാണ് പോയതെന്ന്. ഞാൻ പറയുകയാണ് 1 പ്രാവശ്യമേ ഞാൻ പോയിട്ടുള്ളൂ. അത് പോലീസുകാരുമായിട്ട് ആണ് ഞാൻ പോകുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. BJP അത് തന്നെയാണ് ചെയ്യുന്നത്. BJP നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് അറിഞ്ഞുകൂടെ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം? എനിക്ക് എന്ത് ബന്ധമാണ് അതിനകത്ത്? എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിശ്ചയമായിട്ടുണ്ടെന്ന് ഞാൻ പറയും. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു തീവണ്ടി അപകടം വന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് നടന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഉത്സവകാലത്ത് മാത്രം പോകുന്ന ഒരാളാണ്. ഉത്സവകാലത്ത് പോകാൻ ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഏറ്റവും നന്നായിട്ട് ആ കാലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്ത് പോലും ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷഭരിതമായിട്ടുള്ള കാലത്ത് പോലും ഞാൻ അവിടെ തമ്പടിച്ച് അവിടെ സംഘർഷങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാതിരിക്കാനും സംഘർഷങ്ങളെ ലഘൂകരിക്കാനും ഭക്തരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലും ഒക്കെ തന്നെ ഞാൻ തുടർച്ചയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. അത് നന്നായിട്ട് നടത്തുക. അതിനപ്പുറം ശ്രീകോവിലിൽ പോവുക, തന്ത്രിയെ കണ്ടിട്ടുണ്ട്. ആ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ കാത്തുനിന്ന് തന്ത്രിയെ കണ്ടിട്ടുണ്ട്. അവിടെ തന്ത്രി കാണുന്നത് നിശ്ചയമായിട്ടും അവരൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. 10-16,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ആ എല്ലാ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം മന്ത്രിയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു ദേവസ്വത്തിൻ്റെയും ഒരു കടലാസും, ഒരു അരക്കീറ് കടലാസ് മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നില്ല. ഒരു തീരുമാനവും മന്ത്രി എടുക്കേണ്ടി വരുന്നില്ല.
ഇവിടെ നിങ്ങൾ ചില ആളുകൾ പ്രചരിപ്പിച്ചത് എനിക്ക് ഈ പോറ്റി ഒരു അപേക്ഷ തന്നു, അത് ഞാൻ ഫോർവേഡ് ചെയ്തു എന്നാണ്. സാധാരണഗതിയിൽ ഒരു അപേക്ഷ എനിക്ക് കിട്ടിയാൽ ഞാൻ ബന്ധപ്പെട്ട വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഫോർവേഡ് ചെയ്യുക എൻ്റെ രീതിയാണ്. ഫോർവേഡ് ചെയ്യുമ്പോഴും ഞാൻ 5 വർഷക്കാലം 3 വകുപ്പിനകത്ത് ഫോർവേഡ് ചെയ്തപ്പോഴും ഞാൻ 2 വാക്കേ എഴുതിയിട്ടുള്ളൂ: പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കുക എന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് അപേക്ഷയും തന്നിട്ടില്ല, ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്നിട്ട് നിങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അപേക്ഷ തന്നു, ഫോർവേഡ് ചെയ്തു വന്ന്. ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകേണ്ട കാര്യം ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡുകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ, ഒന്നും പഠിക്കൊന്നും വേണ്ട, ഒന്ന് ജനറലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.